കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനുവരി 6-ന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ അടയ്ക്കും. കർദിനാളന്മാരുടെ സുപ്രധാന കൺസിസ്റ്ററി ജനുവരി 7 മുതൽ. 2026-ലേക്കുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധീകരിച്ചു. കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ജോലി ചെയ്യുക മാർപ്പാപ്പ. വാർത്തകൾ വിശദമായി. ജനുവരി 6-ന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ അടയ്ക്കും. ജൂബിലി വർഷത്തിന്റെ ആരംഭത്തിൽ തുറന്ന 4 വിശുദ്ധ വാതിലുകളിൽ ഒന്നായ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ ജനുവരി 6-ന് അടയ്ക്കും. ഡിസംബർ 25-ന് മേരി മേജർ ബസിലിക്കയിലെയും 27-ന് വിശുദ്ധ ജോൺ ലാട്രൻ ബസിലിക്കയിലെയും 28-ന് വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയിലെയും വിശുദ്ധ വാതിലുകൾ അടച്ചിരുന്നു. ജൂബിലി വർഷത്തിന്റെ അവസാനത്തെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ വാതിലുകൾ അടയ്ക്കുന്ന കർമ്മം. കർദിനാളന്മാരുടെ സുപ്രധാന കൺസിസ്റ്ററി ജനുവരി 7 മുതൽ. കർദിനാളന്മാരുടെ സുപ്രധാന കൺസിസ്റ്ററി ജനുവരി 7-ന് ആരംഭിച്ച് 8-ന് സമാപിക്കും. ലിയോ 14-ാമൻ പാപ്പ ആദ്യമായി വിളിച്ചു ചേർക്കുന്ന അസാധാരണ കൺസിസ്റ്ററിയാണ് ഇത്. എപ്പിഫനി തിരുനാളും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധ വാതിലും അടയ്ക്കുന്ന ചടങ്ങുകളോട് അനുബന്ധിച്ചാണ് കൺസിസ്റ്ററിയും നടക്കുന്നത്. അതീവ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും ഇത് എന്നാണ് കരുതപ്പെടുന്നത്. 2026-ലേക്കുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധീകരിച്ചു. 2026-ലേക്കുള്ള ലിയോ 14-ാമൻ പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ പോപ്സ് വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്ക് പ്രസിദ്ധീകരിച്ചു. ദൈവവചനത്തോടൊപ്പം പ്രാർത്ഥിക്കുക, മാറാരോഗങ്ങളാൽ വലയുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സമാധാന സ്ഥാപനത്തിനും പ്രതിസന്ധിയിലുമായിരിക്കുന്ന വൈദ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നിവയ്ക്കൊപ്പം എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ വേണ്ടി, സ്പോർട്സിന്റെ മൂല്യത്തിനു വേണ്ടി, മനുഷ്യാന്തസ്സ ആദരിക്കപ്പെടാൻ വേണ്ടി, നഗരങ്ങളിലെ സുവിശേഷവൽക്കരണത്തിനു വേണ്ടി, ജലസംരക്ഷണത്തിന്, മാനസിക ആരോഗ്യ മിനിസ്ട്രിക്ക്, സമ്പത്തിന്റെ മാന്യമായ ഉപയോഗത്തിന്, സിംഗിൾ പേരന്റ് കുടുംബത്തിന് തുടങ്ങിയ നിയോഗങ്ങൾക്കും വേണ്ടിയാണ് ഓരോ മാസത്തെയും പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ. കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ജോലി ചെയ്യുക മാർപ്പാപ്പ. ജോലി നന്നായി ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കലാണ് എന്ന് ലിയോ 14-ാമൻ പാപ്പ. ദൈനംദിന ജോലികളെ സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമായി കാണണം. കുടുംബജീവിതത്തെ പ്രൊഫഷണൽ സമർപ്പണമായി ബന്ധിപ്പിച്ച പാപ്പ ജോലിയിൽ ഏറ്റവും മികച്ചത് ചെയ്യാൻ ശ്രമിക്കുന്നതും കുടുംബത്തെയും കുട്ടികളെയും സ്നേഹിക്കുന്നതും ദൈവത്തെ ബഹുമാനിക്കുന്നതിനും തുല്യമാണെന്നും പറഞ്ഞു. വത്തിക്കാൻ കൂരിയായിലെയും വത്തിക്കാൻ ഗവർണറേറ്റിലെയും റോം വികാരിയത്തിലെയും ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.